നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫർമേഷൻ ഓഫ് സൈക്ലിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ മോർ സ്റ്റേബിൾ സൈക്ലോ ആൽക്കീൻ ആണ് സൈക്ലോ ഹെക്സെയിൻ എന്ന് പറഞ്ഞു. ഇപ്പം എനർജി പ്രൊഫൈൽ ഡയഗ്രാം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിലുള്ള ഇൻ്ററാക്ഷൻസ് ഏതൊക്കെയാണ്, ന്യൂമാൻ പ്രൊജക്ഷൻ എങ്ങനെയാണ്, അതിലുള്ള ടൈപ്പ് ഓഫ് ബോൺസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് കണ്ടത്. ഇനി ഇന്ന് മുതൽ ഈ സൈക്ലോ ഹെക്സെയിനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുവാണെങ്കിൽ അതിലെ കൺഫോർമേഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോ ഹെക്സെയിനും ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോ ഹെക്സെയിൻസും ആണ് നമ്മൾ നോക്കുന്നത്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റേ കാണത്തുള്ളൂ, അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രം, 1 പൊസിഷനിലോ 2 പൊസിഷനിലോ അങ്ങനെ ഒരു പൊസിഷനിലേ കാണത്തുള്ളൂ. ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 പൊസിഷനിൽ കാണും. ഇപ്പോൾ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് കാണും, അല്ലെങ്കിൽ 1ലും 3ലും കാണും. അങ്ങനെയാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോ ഹെക്സെയിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഏത് മോളിക്യൂൾ ആണെങ്കിലും, വെദർ ഇറ്റ് ഈസ് സൈക്ലിക് ഓർ എസൈക്ലിക്, the conformation assumed by the molecule depends mainly on the repulsive or the attractive non-bonded interaction between the atoms or the group. അതാണല്ലോ ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷനും അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ മോളിക്യൂളിലെ സ്റ്റേബിൾ കൺഫോർമർ ഏതാണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു സൈക്ലോ ഹെക്സെയിൻ്റെ അത് ചെയർ കൺഫോർമേഷൻ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുമ്പോഴും ചെയർ കൺഫോർമേഷനെ വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. കാരണം ചെയർ കൺഫോർമേഷനിൽ എല്ലാ ബോൺസും എങ്ങനെയാണ് നിൽക്കുന്നത്? സ്റ്റാഗേർഡ് ആയിട്ടാണ് എല്ലാ ബോൺസും നിൽക്കുന്നത്. അപ്പം in case of chair conformation of mono-substituted cyclohexane, the equatorial conformation of the substituent is preferred over the axial conformation. അതായത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സെയിൻ്റെ കേസിൽ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് 1 പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് എങ്കിൽ 1 മീഥൈൽ സൈക്ലോഹെക്സെയിൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ. ഏതാ? 1 മീഥൈൽ സൈക്ലോഹെക്സെയിൻ ആണെങ്കിൽ 1 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ആ മീഥൈൽ ഗ്രൂപ്പിന് 2 ഓറിയന്റേഷനിൽ നിൽക്കാം പൊസിഷൻ 1ൽ, അല്ലേ? ഒന്നുകിൽ അത് ആക്സിയൽ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ പൊസിഷൻ 1ൽ അത് ഇക്വറ്റോറിയൽ ആയിട്ടും വരാം. അപ്പൊ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1 മീഥൈൽ സൈക്ലോ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സെയിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത് റേദർ ദാൻ ആക്സിയൽ പൊസിഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രിഫറൻസ് ഫോർ ഇക്വറ്റോറിയൽ കൺഫർമേഷൻ has been taken as a measure of the effective size of the substituent. ഇപ്പം ബൾക്കി ഗ്രൂപ്പ് വരുവാണെങ്കിൽ, അതായത് സ്റ്റെറിക്കലി ബൾക്കി ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിൽ വരുവാണെങ്കിൽ ഇറ്റ് ഇന്ററാക്ട് വിത്ത് 2 ഹൈഡ്രജൻ ആറ്റം അറ്റ് C3 ആൻഡ് C5 പൊസിഷൻ. നോക്കിക്കേ, 1 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ, മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചുമ്മാ CH3 എഴുതുന്ന പോലെ അതൊരു ചെറിയ ഗ്രൂപ്പ് അല്ല, അതിങ്ങനെ സ്പേസിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ആക്സിയൽ പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഒരു ആക്സിയൽ ഹൈഡ്രജൻ ഉണ്ട്, അല്ലെ? C5ൽ ഒരു ആക്സിയൽ ഹൈഡ്രജനും ഉണ്ട്, C3ലും ഒരു ആക്സിയൽ ഹൈഡ്രജൻ ഉണ്ട്, അല്ലെ? നമ്മൾ സൈക്ലോഹെക്സെയിൻ്റെ നോക്കുമ്പോൾ 3 ഗ്രൂപ്പാണ്, ആക്സിയൽ ബോൺസ് ആണ് മേളിലോട്ട് നിൽക്കുന്നത്, 3 ആക്സിയൽ ബോൺസ് ബിലോ ദ പ്ലെയിനുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 1 പൊസിഷനിൽ CH3 വരുമ്പം ഇത് ഈ C3യിലുള്ള ഹൈഡ്രജനും C5ലുള്ള ഹൈഡ്രജനുമായിട്ട് ഒരു സ്റ്റെറിക് ഇന്ററാക്ഷൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ 1,3
ഡൈആക്സിയൽ ഇന്ററാക്ഷൻ എന്ന് പറയും. ഇവര് തമ്മിലുള്ള ഈ ഇന്ററാക്ഷൻ ആണ് നമ്മൾ 1,3 അല്ലെങ്കിൽ 1,5 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. 1,3 ഡൈആക്സിയൽ എന്ന് കോമൺ ആയിട്ട് പറയുക. 1,5 എന്ന് നമ്മൾ 5th പൊസിഷനിലുള്ളതിനെ 1,5 എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കോമൺ നെയിം കൊടുക്കുക. ഡ്യൂ ടു 1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ ബൾക്കി ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മിക്കവാറും സബ്സ്റ്റിറ്റ്യൂവൻസ് പ്രിഫർ ടു ഓക്യുപ്പൈ ഇക്വറ്റോറിയൽ പൊസിഷൻ. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല, എക്സെപ്ഷൻസ് വരാം കേട്ടോ. പ്രിഫറബിളി ദേ ഓക്യുപ്പൈ ഇക്വറ്റോറിയൽ പൊസിഷൻ. അപ്പൊ എപ്പോഴും ഈ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് കൺഫർമേഷണൽ ഈക്വിലിബ്രിയം വിൽ ബി ഓൾവേസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ഇക്വറ്റോറിയൽ കൺഫർമേഷൻ. മോണോ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ കേസ് മനസ്സിലായില്ലേ? അപ്പൊ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ അകത്ത് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷൻ ആയിരിക്കും ഇവര് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ചിട്ട് ഒന്നും കൂടെ കാണിക്കും. ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ പഠിച്ചതായിരുന്നല്ലോ സൈക്ലോഹെക്സെയിന്റെ. അപ്പൊ നമ്മള് 1-methyl സൈക്ലോഹെക്സെയിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരച്ചിരിക്കുവാണ്. നിങ്ങൾ വരച്ചു നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1,3 ഇത് കണ്ട് ശരിക്കും നമുക്കത് കാണാം, ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് 1 ഈ 1,3 ഡൈആക്സിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ ടു എ ഗോഷെ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ. ഇതല്ലേ ബ്യൂട്ടൈൻ, ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ബ്യൂട്ടൈൻ ആണിത്. ഇതിന്റെ അകത്ത് ഗോഷെ ഫോമിൽ 2 CH3 ഗ്രൂപ്പ് അടുപ്പിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രജനും ഇതിന്റെ ഹൈഡ്രജനും ഇതിന്റെ CH3യും അല്ലെങ്കിൽ ഇതിന്റെ ഹൈഡ്രജനും ഇതിന്റെ CH3യും തമ്മിൽ ഒരു സ്റ്റെറിക് ഇന്ററാക്ഷൻ വരും. അതിനാണ് നമ്മൾ ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കൺഫോർമേഷനിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂവന്റ് നിൽക്കുവാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിന് ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ CH3 ഗ്രൂപ്പും 3rd പൊസിഷനിലെ CH2 കണ്ടോ. This is a sort of butane-Gauche interaction. When the substituent is in the equatorial, അപ്പൊ നിങ്ങൾ രണ്ടും വരച്ചു നോക്കണം. ന്യൂമാൻ പ്രൊജക്ഷൻ when the methyl group in the 1 position and equatorial position and in the axial position. അപ്പൊ equatorial ആകുമ്പോൾ CH3 ഇവിടെ വരും. അപ്പൊ ഇത് കണ്ടോ, CH3 ഈ 3rd പൊസിഷനിലെ CH2 തമ്മിൽ ആന്റി ഓറിയന്റേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ആ സ്റ്റെറിക് ഇന്ററാക്ഷൻ വരുന്നില്ല ഇക്വറ്റോറിയൽ. അപ്പൊ ആ സൈക്ലോഹെക്സെയിന്റെ ചെയർ കൺഫോർമേഷൻ വരച്ചതിലും നന്നായിട്ട് ഒന്നുകൂടി ന്യൂമാൻ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂവൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അത് ആക്സിയൽ ആകാം, ഇക്വറ്റോറിയൽ ആകാം. ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിന്നാൽ ആക്സിയൽ പൊസിഷനിൽ നിന്നാൽ എനർജി കൂടുതൽ കാണും. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരുമ്പോൾ 11.4 ആണ് 1,3 ഡൈആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഹാലജൻസ് ഒക്കെ നിൽക്കുവാണെങ്കിൽ, ഫ്ലൂറിനൊക്കെ ചെറിയ മോളിക്യൂൾ അല്ലേ, 0.5 ഉള്ളൂ. അപ്പൊ ഫ്ലൂറിന് ആക്സിയൽ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്റ്റെറിക് എനർജിയും കൂടി വരും. ഇതുണ്ടോ 1 ആകും ക്ലോറിനും ബ്രോമിനും ആകുമ്പോൾ. നോക്കിക്കേ, C6H5 ഫിനൈൽ ഗ്രൂപ്പ് വരുമ്പം 6.3 ആണ് എനർജി എന്ന് പറയുന്നത്. CN വരുമ്പം എനർജി വളരെ കുറവാണ്, 0.4 ആണ്. അതിനൊപ്പം ആക്സിയൽ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യാം. അതാണ് ഈ എനർജി വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ എപ്പോഴും അതാ മുമ്പേ പറഞ്ഞ, എപ്പോഴും സബ്സ്റ്റിറ്റ്യൂവൻസ് ഇക്വറ്റോറിയൽ ആകണമെന്നില്ല. അതിന്റെ സൈസ് ഒരു ഫാക്ടർ ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് എപ്പോഴും ഇക്വറ്റോറിയൽ ഓറിയന്റേഷനെ നിൽക്കത്തുള്ളൂ. പക്ഷെ ഹാലോജൻസ്, CN ഒക്കെ ആക്സിയൽ ഓറിയന്റേഷൻ അഡോപ്റ്റ് ചെയ്യാം. കാരണം ആക്സിയൽ പൊസിഷനിൽ നിൽക്കുമ്പം അവർക്ക് 1,3 ഡൈആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കുറവാണ് കേട്ടോ. അതാണ് ഈ ടേബിളിന്റെ അർത്ഥം. ഇനി അടുത്ത നമ്മൾ ഒരു
ഇത് തന്നിരിക്കും, ഞാനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഡ്രോ ദ ടു പോസിബിൾ ചെയർ കൺഫോർമേഷൻ ഓഫ് ടെർഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോ ഹെക്സൈൻ. അപ്പൊ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതാ? ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഏതാന്ന് ഈ ടേബിളിൽ കാണിച്ചായിരുന്നു. CH3 ത്രൈസ് ആണ് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതില് രണ്ട് ചെയർ കൺഫോർമേഷൻ വരയ്ക്കണം. ഡ്രോ ദ ടു പോസിബിൾ ചെയർ കൺഫോമേഴ്സ്. അപ്പൊ ഇവിടെ 1 എന്നൊന്നും കൊടുത്തില്ലേലും അതിന്റെ അർത്ഥം ആ സബ്സ്റ്റിറ്റ്യൂവന്റ് 1 പൊസിഷനിലാണെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതിൽ നമ്മൾ ഏതാണ് മോർ സ്റ്റേബിൾ എന്നും y എന്നും നിങ്ങൾ കണ്ടുപിടിച്ച് ബുക്കിൽ എഴുതി വെക്കണം. ഇനി അടുത്ത ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ ആണ് ഇനി അടുത്ത്. അപ്പൊ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ വരുമ്പം അതിൽ കുറെ കേസസ് വരുന്നുണ്ട്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ അത്രയും സിമ്പിൾ ആകണമെന്നില്ല ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ്റെ അകത്ത് they exist in 2 or more diastereomeric forms and each of them is capable of existing 2 conformers. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ പോലെ അത്രയും സിമ്പിൾ അല്ല ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് ഈ കോമ്പൗണ്ട്സ് രണ്ട് diastereomeric forms. They will exist in 2 or more diastereomeric form and each of them is capable of existing in 2 conformers. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1 ആകാം, 1ൽ തന്നെ രണ്ട് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം, അല്ലെങ്കിൽ സെയിം ആണ്. മുമ്പേ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ 1ൽ ഒരെണ്ണം CH3 അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവന്റ്, മറ്റേത് ഹൈഡ്രജൻ ആയിരുന്നു അല്ലേ. 1 എന്ന് പറയുമ്പം 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, ഒരെണ്ണം CH3OH ആകാം, അങ്ങനെ. പിന്നെ 1,2, 1,3, 1,4 ഇത്രയാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻസിന് പോസിബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് 1,1ന് വലിയ കുഴപ്പമില്ല. 1,2 ഒക്കെ വരുമ്പം അത് രണ്ട് ഫോമിൽ നിൽക്കും, അതായത് സിസും ട്രാൻസും ഫോമിൽ നിൽക്കും. ആ സിസിന് തന്നെ രണ്ട് കൺഫോർമേഷൻസ് കാണും. അതായത് ആ സബ്സ്റ്റിറ്റ്യൂവൻസ് ആക്സിയൽ ആകാം, ഇക്വറ്റോറിയൽ ആകാം, ഒരാൾ ആക്സിയലും ഒരാൾ ഇക്വറ്റോറിയലും ആയിട്ട് നിൽക്കാം, അങ്ങനെ എല്ലാം വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ദി എക്സിസ്റ്റ് ഇൻ 2 or more diastereomeric forms and each of them will exist in 2 conformers or more. നമ്മൾ ഓരോന്ന് വെച്ച് എടുക്കുവാണ്. അതിൽ ആദ്യത്തേതാണ് 1,1 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ. ഇതിന്റെ അർത്ഥം എന്നാ? സൈക്ലോഹെക്സൈന്റെ 1 പൊസിഷനില് അത് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് തന്നെ 1 ആകണമെന്നില്ല, ഇതാകാം 1, ഇതാകാം ഏത് വേണേലും. 1 പൊസിഷനില് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരും. ഇപ്പൊ നമ്മൾ എഴുതുക, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. 1,1 ഡൈമീഥൈൽ. അപ്പൊ 1ലാണ് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് 1ൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നോണ്ട് one of the substituent must be necessarily axial and the other must be equatorial ആണല്ലോ. അപ്പം ഇതിന്റെ അകത്ത് ഇങ്ങനെ രണ്ട് ഇന്റർ കൺവേർട്ടബിൾ ഫോംസില് 1,1 ഡൈമീഥൈൽ കൺഫോർമേഴ്സില് 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ നിൽക്കാം. ഇത് ഇതിന്റെ പ്ലെനാർ ഫോം ആണ്. ഇപ്പൊ 1 പൊസിഷനിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ്, ഇപ്പൊ ഒരാൾ ഫേസിങ് ടുവേർഡ്സ് അസും ഒരാൾ ഫേസിങ് ബിഹൈൻഡ് ദ പ്ലെയിനും, അങ്ങനെയല്ലേ. പ്ലെനാർ കൺഫോർമേഷൻ ഇങ്ങനെയാ വരയ്ക്കുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ വേണേലും തരാം, അപ്പൊ അത് ഓർത്തോണം, സൈക്ലോഹെക്സൈൻ ആണ് എന്ന് ഓർത്തോണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈക്വലൻ ടു ദിസ് വൺ. One of the substituent must be axial and the other must be equatorial. And on flipping, the substituent which is axial will become equatorial and the one which is equatorial will become axial. മനസ്സിലായോ? ഫ്ലിപ്പിംഗ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് കൺഫോമേഴ്സിൽ ഇത് നിൽക്കാം എന്നാണ് പറയുന്നത്.
ഇവിടെ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും സെയിം ആണ്. ആർ സെയിം ഇൻ 1,1-dimethyl cyclohexane. These two conformers are identical and they are present in equal concentration. അല്ലെ? രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും സെയിം ആയതുകൊണ്ട് the two conformers are identical. അല്ലെങ്കിൽ നമ്മൾ പറയും they are topomers എന്ന് പറയും. TOPOMERS. Topomers. And they will exist in equal concentration. ഇപ്പം 1 tertiary വേറൊരു കോമ്പൗണ്ട് തന്നിരിക്കും ഞാൻ. 1 tertiary butyl 1-methyl cyclohexane. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങളൊന്ന് ബുക്കിൽ എഴുതി നോക്കണം ആദ്യം, എന്നിട്ടേ അടുത്തതിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതാ? ടെർഷ്യറി ബ്യൂട്ടൈൽ. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതാ? മീഥൈൽ. അവര് രണ്ടുപേരും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? 1-ലും 1-ലും. അപ്പൊ ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എന്താ? ആരാണ് ആക്സിയലി നിൽക്കുന്നത്, ആരാണ് ഇക്വറ്റോറിയലി നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ആരായിരിക്കും ആക്സിയലി പോകുന്നത്? മീഥൈൽ ആയിരിക്കുമോ ടെർഷ്യറി ബ്യൂട്ടൈൽ ആയിരിക്കുമോ? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ ആക്സിയലി പോകത്തുള്ളൂ. കാരണം എന്താ? സൈസ് രണ്ടും ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരാൾ എന്താണേലും ആക്സിയലി നിന്നേ മതിയാകത്തുള്ളൂ. അത് ആരാണ് തീരുമാനിക്കുന്നത്? അതിന്റെ സൈസിനെ വെച്ചിട്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഒരു ബൾക്കി ഗ്രൂപ്പാണ്. അപ്പൊ അത് ആക്സിയലി ഒരിക്കലും വരത്തില്ല, അത് ഇക്വറ്റോറിയലേ നിൽക്കത്തുള്ളൂ. ആക്സിയലി വരുന്ന ആരാ? മീഥൈൽ ഗ്രൂപ്പാണ് ആക്സിയലി വരുന്നത്. കണ്ടോ? ഇതാണ് ഇതിന്റെ പ്ലെനാർ കൺഫർമേഷൻ. ഇതില് ഇക്വറ്റോറിയലി ടെർഷ്യറി ബ്യൂട്ടൈലും പോകും, ആക്സിയലി CH3യും പോകും. അത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ 2 കൺഫോമേഴ്സ്. അപ്പൊ ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആരാകും? CH3 ഇക്വറ്റോറിയലും പോകും, ടെർഷ്യറി ബ്യൂട്ടൈല് ആക്സിയലിയും പോകും. പക്ഷെ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ എങ്ങോട്ടാണെന്ന് നോക്കിക്കേ, ഇങ്ങോട്ടല്ലേ? അപ്പം ഇതാണ്, ഈ കൺഫോർമേഷൻ ആണ് മോർ സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് 1 tertiary butyl 1-methyl cyclohexane. Chair conformation in which the larger group is in the equatorial will be favored in the equilibrium. മനസ്സിലായോ? ഇപ്പൊ സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്. വേറൊരെണ്ണം പറയുക ഞാന്. 1-methyl cyclohexanol. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ തന്നെ വരയ്ക്കണേ. 1-methyl cyclohexanol. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കാണാം, രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട് ഇതില്. ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. ഒരെണ്ണം ആരാ? മീഥൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതാ? OH ഗ്രൂപ്പ് അല്ലേ? ഇത് കണ്ടോ? സൈക്ലോഹെക്സനോൾ. OH ഗ്രൂപ്പ് ആണ് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പൊസിഷൻ ഡിനോട്ട് ചെയ്തില്ല എങ്കിലും ആ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് 1 പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിപ്പോ 1-ലല്ലായിരുന്നെങ്കിൽ 1-methyl cyclohexane 2-ol എന്ന് വന്നാണ്, അല്ലേ? സെക്കൻഡ് പൊസിഷനിലായിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇവിടെ തീരുമാനിക്കേണ്ട ഏതാ? മീഥൈൽ ഗ്രൂപ്പ് ആണോ OH ഗ്രൂപ്പ് ആണോ ആക്സിയലി നിൽക്കുന്നത്, ആരാണ് ഇക്വറ്റോറിയലി നിൽക്കുന്നത്? അതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്ട്രക്ചർ എങ്ങനെ വരും? ആ രണ്ട് സ്ട്രക്ചറിൽ ആരാണ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ? ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അത് വരച്ച് ചെയ്യുക. അടുത്തത് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ്. 1-methyl 1-phenyl cyclohexane. ഇതിൻ്റെ അകത്ത് നമ്മൾ ടേബിൾ വെച്ചിട്ട് എന്താ മുമ്പേ പറഞ്ഞേ? ഫിനൈൽ ഗ്രൂപ്പിന് എനർജി കൂടുതലാണ് മീഥൈലിനെക്കാട്ടിലും. അപ്പൊ ഇത് ഇക്വറ്റോറിയലി നിൽക്കണം എന്നാണ് നമ്മൾ ടേബിൾ വെച്ച് പറഞ്ഞു. ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ആക്സിയലി വരുന്നതിനാണ് മോർ സ്റ്റേബിള്. നോക്കിക്കേ, രണ്ട് കൺഫർമേഷൻ ഇവർ വരച്ചിരിക്കുക. ചെയർ ഇതിൻ്റെ അകത്ത് ഫിനൈൽ ആക്സിയലി,
ഇതിൻ്റെ അകത്ത് ഫിനൈല് ഇക്വറ്റോറിയലി ആണ് നിൽക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് the conformational energy of phenyl group is 2.87 and that of methyl group is 1.70. അപ്പൊ കൺഫർമേഷണൽ എനർജി കൂടുതൽ ഫിനൈൽ ഗ്രൂപ്പിനായതുകൊണ്ട് അത് ഇക്വറ്റോറിയലി വരണം. ഇക്വറ്റോറിയൽ ഫിനൈൽ ആക്സിയൽ മീഥൈൽ കൺഫർമേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ദ പ്രിഫേർഡ് വൺ. അതായത് ഈ കൺഫർമേഷൻ ആണ് ഇതിൽ ഈ B1ഉം B2 ഇത് രണ്ടും ഒന്നാ കേട്ടോ. രണ്ടും ഒന്നാണ്, രണ്ട് രീതിയിൽ വരച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് രണ്ടെണ്ണം ആയിരിക്കും പ്രിഫേർഡ് എന്ന് നമ്മൾ വരും. പക്ഷേ ഇൻ ആക്ച്വൽ കേസ് the conformation A, that is in which the phenyl group is axial orientation, is more preferred. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇത് ഇക്വറ്റോറിയലി നിൽക്കുമ്പോൾ ഈ ഓർത്തോ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഓർത്തോ ഹൈഡ്രജനും ഇതിന്റെ ഈ ഇക്വറ്റോറിയലി നിൽക്കുന്ന ഈ ഹൈഡ്രജൻസും തമ്മിൽ ഒരു സ്റ്റെറിക് ഇന്ററാക്ഷൻ വരും. It develops a serious steric interaction between the equatorial hydrogen at C2 and C6 and the ortho hydrogen of the phenyl group. ഇതുപോലെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ, ചെരിഞ്ഞ് നിന്നാലും ശരി, ഇതിങ്ങനെ ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്, പരന്ന് ഇങ്ങനെ നേരെ നിൽക്കുവാണെങ്കിൽ എന്ത് പറ്റും, അതായത് B1ലെ പോലെയാണ് നിൽക്കുന്നതെങ്കിൽ the phenyl group develops a steric interaction between the methyl group and one of the ortho hydrogen of the phenyl group. അപ്പം ഇങ്ങനെ നിന്നാലും ശരി, അതായത് പരന്ന് നിൽക്കുവാണേലും ശരി, ഇതിൻ്റെ അകത്ത് ഇവര് വാക്ക് പറയുന്നത് നോക്കിക്കേ, the phenyl group is in the same vertical plane passing through C1 and C4 of cyclohexane. ഇതുപോലെ നിൽക്കുവാണെങ്കിൽ സെയിം വെർട്ടിക്കൽ പ്ലെയിൻ, ഒരേ പ്ലെയിനിലല്ലേ ഇത് നിൽക്കുന്നത്, പാസിംഗ് ത്രൂ C1 ആൻഡ് C4. 1 2 3 ഇതാ C4 കേട്ടോ. ഈ സെയിം വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ ഇതിന്റെ ഓർത്തോ ഹൈഡ്രജനും ഈ മീഥൈൽ ഗ്രൂപ്പും തമ്മിൽ ഒരു സ്റ്റെറിക് സ്ട്രെയിൻ വരും. അതല്ല in conformation B2 where phenyl is in the bisect ചെയ്തു പോവല്ലേ, കാർബൺ കാർബൺ ബോണ്ടയിലോട്ട് ഇതുപോലെ ബൈസെക്ട് ചെയ്തു പോകുന്ന പോലെയുള്ള കൺഫർമേഷൻ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ 3 ഡയമെൻഷനൽ ആയിട്ട് ചിന്തിച്ചു നോക്കണം കേട്ടോ. അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലും ഈ ഓർത്തോ ഹൈഡ്രജനും ഇവിടെയുള്ള ഇക്വറ്റോറിയൽ C6ലും C2യിലുള്ള ഇക്വറ്റോറിയൽ ഹൈഡ്രജനുമായിട്ട് ഒരു സ്റ്റെറിക് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇക്വറ്റോറിയൽ ആയിട്ട് ഫിനൈൽ ഗ്രൂപ്പ് നിൽക്കുന്നതിന് സ്റ്റെബിലിറ്റി കുറവാണ്. ആക്സിയലി നിൽക്കുമ്പോൾ നോക്കിക്കേ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ it is so oriented that it interacts minimally with the axial hydrogen at C3 and C5. ഇത് നോക്കണേ, ഇങ്ങനെയാണ് ഫിനൈൽ ഗ്രൂപ്പ് നിൽക്കുന്നത്. അപ്പൊ ഈ H ഇങ്ങോട്ടും പോകും, ഈ H ഈ സൈഡിലോട്ടും പോകുന്നത്. ഇതിങ്ങനെ ചെരിഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ? നേരം ഈ ഹൈഡ്രജൻ ആണ് നമ്മുടെ ആക്സിയൽ ഹൈഡ്രജൻ. നമ്മൾ അതല്ല റീസൺ പറയുന്നത്, ആക്സിയൽ ഹൈഡ്രജനുമായിട്ട് ഇന്ററാക്ഷൻ വരുമെന്ന്. പക്ഷെ ആക്സിയലി ഫിനൈൽ ഗ്രൂപ്പ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഒന്ന് ചെരിഞ്ഞാ നിൽക്കുന്നത്. നമ്മുടെ കൈപ്പത്തിയൊക്കെ ചെരിച്ചു വെക്കുമ്പോഴത്തേക്കിന് അറ്റത്തെ 2 വിരല് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നിൽക്കുന്ന പോലെ ഇരിക്കും ഇത്. അപ്പൊ അവര് തമ്മിൽ ഈ ഹൈഡ്രജനുകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല. അപ്പൊ ഈ 1 മീഥൈൽ 1 ഫിനൈൽ സൈക്ലോഹെക്സൈന്റെ കേസിൽ ഓർത്തോണം, ഫിനൈൽ ഗ്രൂപ്പ് ആക്സിയലി നിൽക്കുന്നതിനാണ് മോർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ഈ 1,2 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ എടുക്കുന്നു. അപ്പൊ ഈ 1,2 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ്റെ അകത്ത് it has 2 constitutionally identical conformation. ഒന്ന് ഞാൻ പറഞ്ഞു 1,1ന് കുഴപ്പമില്ല അതൊന്നും, കാരണം ഒരാൾ ആക്സിയലിയും ഒരാൾ ഇക്വറ്റോറിയലിയും ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ 1,2 1,3 1,4 വരുമ്പം അവിടെ സിസ് ആൻഡ് ട്രാൻസ് എന്നുള്ള 2 കൺഫോമേഴ്സ് ഒറിജിനേറ്റ് ചെയ്യും.
ഇപ്പൊ 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേന് രണ്ട് കൺഫോർമേഷൻ ഉണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ടു ഫോംസ്, സിസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ ആൻഡ് ട്രാൻസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. മേളി വരച്ചിരിക്കുന്നത് സിസും താഴെ വരച്ചിരിക്കുന്നത് ട്രാൻസും അല്ലേ? ഇതിൻ്റെ അകത്ത് രണ്ട് CH3 ഗ്രൂപ്പും ഒരേ ഡയറക്ഷനിലാണ്. ട്രാൻസിൻ്റെ അകത്ത് ഒരാള് ഫേസിങ് ടുവേർഡ്സ് അസും ഒരാള് ഫേസിങ് ബിഹൈൻഡ് ദ പ്ലെയിനുമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, നമ്മൾ ഇതില് ഈ രണ്ട് CH3 ഗ്രൂപ്പ് സിസിന്റെ അകത്ത് എപ്പോഴാണ് സിസ് കൺഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്? സിസ് കൺഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്ക്, സിസ് കൺഫോർമേഷൻ എന്ന് പറയുന്നത് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ആക്സിയൽ നിൽക്കുമ്പോഴാണോ, ആക്സിയൽ ഇക്വറ്റോറിയൽ നിൽക്കുമ്പോഴാണോ, അതോ ഇക്വറ്റോറിയൽ നിൽക്കുമ്പോഴാണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കേ, ഈ സിസിന്റെ അകത്ത് ശരിക്കും ശ്രദ്ധിക്കണേ, ഈ CH3 ഗ്രൂപ്പും രണ്ടാമത്തെ CH3 ഇക്വറ്റോറിയൽ ആയിട്ടുമാണ് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി, പ്ലെയിനും ഒന്നും നോക്കണ്ട, ചുമ്മാ ഒന്ന് ചിന്തിക്കുക. ഇവര് രണ്ടുപേരും മുകളിലേക്ക് നിൽക്കുന്ന പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? മുകളിലേക്ക് പോവുക രണ്ടുപേരും അല്ലേ? അപ്പൊ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കല്ലേ പോകുന്നത്, മുകളിലേക്ക്, അപ്വേർഡാന്ന് ചിന്തിക്കുക അല്ലേ? അന്നേരം ഒരേ ഡയറക്ഷനിൽ പോകുന്നത് സിസ് കൺഫോർമേഷൻ ആയിരിക്കത്തില്ലേ? ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആക്സിയൽ ആയിട്ട് നിന്ന് CH3 ഇക്വറ്റോറിയൽ ആകും, ഇക്വറ്റോറിയൽ ആയിട്ട് നിന്നയാൾ ആക്സിയൽ ആകും. അപ്പൊ സിസിന് തന്നെ രണ്ട് കൺഫോർമേഷൻസ് ഉണ്ട്. ഇനി ട്രാൻസ് നോക്കിക്കേ, ഇക്വറ്റോറിയൽ പകരം ഇത് നോക്ക്. ട്രാൻസിന്റെ അകത്ത് നമ്മൾ CH3യും ആക്സിയൽ ഓറിയന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു CH3 താഴോട്ട് പോകുമ്പം രണ്ടാമത്തെ CH3 മുകളിലേക്കാണ് പോകുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ എടുത്തിരിക്കുന്നത്, അതപ്പം ട്രാൻസ് കൺഫോർമേഷൻ ആണ്. ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പം ഡൈആക്സിയൽ ആയിട്ട് നിന്ന് രണ്ട് കൺഫോമേഴ്സ് ഡൈ ഇക്വറ്റോറിയൽ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ ഇക്വറ്റോറിയൽ ആണ് നമ്മൾ ആദ്യമേ വരച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻസ് ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദിസ് വൺ. ഇതാണ് ട്രാൻസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. അപ്പൊ സിസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂവൻസിന് ഏത് ഓറിയന്റേഷൻ ആണ്? ആക്സിയൽ ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂവൻസിന്. സിസിന്റെ അകത്ത്, ട്രാൻസിന്റെ അകത്ത് ദേ ഹാവ് ആക്സിയൽ ഓറിയന്റേഷൻ. ഇത് 1,2ന്റെ കേസ് മാത്രമാണ് പറയുന്നത്. 1,3യും 1,4ലും ഇങ്ങനെ ആകണമെന്നില്ല കേട്ടോ. അത് നമ്മൾ ആ ബോണ്ടുകൾ അവിടെ വരച്ചു നോക്കുമ്പം ഇതുപോലെ രണ്ടും ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നത് ഏത് കൺഫോർമേഷനിലാണോ അതായിരിക്കും സിസ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന കൺഫോർമേഷൻ അത് എപ്പോഴും ഡൈആക്സിയൽ ആവണമെന്നില്ല കേട്ടോ. എപ്പോഴും ഡൈആക്സിയലി രണ്ടുപേരും ഓപ്പോസിറ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ ഡൈആക്സിയൽ വരയ്ക്കുമ്പോൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് പോകും. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമൺ കാര്യമല്ല കേട്ടോ. അതായത് സിസിന് എപ്പോഴും ആക്സിയൽ ഇക്വറ്റോറിയലും ട്രാൻസിന് എപ്പോഴും ഡൈ ഇക്വറ്റോറിയൽ കൺഫർമേഷൻ ആണ്. ഇത് 1,2ന്റെ മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് അടുത്ത കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ? സിസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ ആണോ ട്രാൻസ് 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ ആണോ?
അപ്പൊ ഇതിന്റെ അകത്ത് ട്രാൻസ് 1,2-ഡൈമീഥൈൽ സൈക്ലോഹെക്സീന് ഇങ്ങനെ ഡൈആക്സിയൽ ഡൈക്വറ്റോറിയൽ കൺഫോർമേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഡൈ ഇക്വറ്റോറിയൽ ആയിരിക്കും മോർ സ്റ്റേബിൾ എന്ന് നമുക്കറിയാം അല്ലേ? ഡൈ ഇക്വറ്റോറിയൽ ആണ് മോർ സ്റ്റേബിൾ എന്ന് നമുക്ക് എങ്ങനെയാണേലും അറിയാം. അപ്പൊ ഈ ഡൈ ഇക്വറ്റോറിയലിന്റെ അകത്ത് കൺഫർമേഷൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈ ആക്സിയൽ കിട്ടും. ഇപ്പൊ ഊഹിക്കാം, ട്രാൻസിന്റെ അകത്ത് 2 മീഥൈൽ ഗ്രൂപ്പും ഇക്വറ്റോറിയൽ ഓറിയന്റേഷനിൽ നിൽക്കുന്നതിനാണ് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഡൈ ഇക്വറ്റോറിയൽ ഇറ്റ് ഹാസ് ഓൺലി 1 ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ. ഈ ഇക്വറ്റോറിയൽ മീഥൈൽ ഗ്രൂപ്പ് കാരണം, ഡൈമീഥൈൽ ഗ്രൂപ്പ് കാരണം ഇതിന് ഒരു ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷനേ ഉള്ളൂ. പക്ഷെ ഡൈആക്സിയലിന്റെ അകത്ത് എന്തോരം ഉണ്ട്? വൈൽ ഡൈആക്സിയൽ കണ്ടെയ്ൻ 4 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ. നോക്ക്, CH3 ഇവര് തമ്മില് ഇതുണ്ട്, ഇവര് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരും, ഇവര് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരും. ഇവിടെ 2 വന്നു. പിന്നെ ഇവര് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരും, ഇവര് തമ്മിലും ഒരു ഇന്ററാക്ഷൻ വരും. താഴോട്ട് 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ ഇവിടെ 4-1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ കാണും, വിച്ച് മേക്സ് ഡൈക്വറ്റോറിയൽ കൺഫോർമേഷൻ പ്രിഫേർഡ് ഓവർ ഡൈആക്സിയൽ ഇന്ററാക്ഷൻ. ഇത് ട്രാൻസിന്റെ കേസിൽ. ഇനി സിസിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. സിസിന്റെ അകത്ത്, സിസ് കൺഫോർമേഷന്റെ അകത്ത് രണ്ട് കൺഫോർമേഷനും ഈക്വലി പോപ്പുലേറ്റഡ്. ഇവിടെ CH3 ഇക്വറ്റോറിയൽ ആണെങ്കിൽ ഇവിടെ CH3 ആക്സിയൽ ആണ്. മറ്റേതിൻ്റെ അകത്ത് ഇവിടെ ഇക്വറ്റോറിയൽ ആയിട്ട് നിന്നയാൾ ആക്സിയലി വരും, ഇവിടെ ആക്സിയലി നിന്നയാൾ ഇക്വറ്റോറിയലി വരും. ഇവിടെ 3 ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ ആണ് പറയുന്നത്. ഈ CH3 Hഉം ആക്സിയൽ ആയിട്ട് നിൽക്കുന്ന ആൾ, ഇവിടെ CH3 Hഉം അതേ ഇന്ററാക്ഷൻ ഇവിടെയും വരുന്നുണ്ടല്ലോ. ഇപ്പൊ 2 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ വരും. ആൻഡ് ഇറ്റ് ഹാസ് 1 ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ the 2 methyl group. ഈ ഇക്വറ്റോറിയൽ ആക്സിയൽ മീഥൈൽ ഗ്രൂപ്പും തമ്മിൽ ഒരു ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷനും വരും. അപ്പൊ ഇവിടെയും വരുമല്ലോ അതേ ഇന്ററാക്ഷൻ തന്നെ. അപ്പൊ ഇതിന്റെ അകത്ത് 3 ഗോഷെ ഇന്ററാക്ഷൻ ഉണ്ട്. ഏതൊക്കെയാ 3 ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ? 2 എണ്ണം by 1,3 diaxial interaction and the one from equatorial axial dimethyl interaction. മനസ്സിലാവുന്നുണ്ട്? ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഫുള്ളിനുള്ള പേരാ. അതിൽ 3 ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ ഉണ്ട്. 2 എണ്ണം 1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷനും 1 എണ്ണം ഈ ഇക്വറ്റോറിയൽ ആക്സിയൽ മീഥൈൽ ഗ്രൂപ്പ് തമ്മിലുള്ള ഗോഷെ ഇന്ററാക്ഷൻ ആണ് രണ്ടാമത്തത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എത്ര 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മള് ഡൈ ആക്സിയലിന്റെ അകത്ത് 4 ഉണ്ട്, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. അപ്പൊ ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷൻ ഏറ്റവും കുറവ് ആർക്കാണ്? ഡൈ ഇക്വറ്റോറിയലിനാണ്. ഡൈ ഇക്വറ്റോറിയൽ ആരുടെ കൺഫോർമേഷൻ ആണ്? ട്രാൻസിന്റെ കൺഫോർമേഷൻ ആണ്. സോ ട്രാൻസ് 1,2 dimethyl cyclohexane is more stable than cis 1,2 dimethyl cyclohexane. എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷന്റെ എനർജി എന്ന് പറയുന്നത് 0.9 ആണ്. ഒരു ബ്യൂട്ടൈൻ ഗോഷെ ഇന്ററാക്ഷന്റെ എനർജി എന്ന് പറയുന്നത് 0.9 കിലോ കാലറീസ് പെർ മോൾ ആണ്. അപ്പൊ ഇതിന്റെ എനർജി എത്രയാ ഈ സിസ്റ്റത്തിന്റെ? 0.9 കിലോ കാലറീസ് പെർ മോൾ. ഇവിടെ എന്ത് വരും? 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ 0.9
ഇൻറ്റു 4. അതാണ് ഇതിന്റെ എനർജി എന്ന് പറയുന്നത്. 0.9 ഇൻറ്റു 4 അത്ര എനർജി വരും ഇതിന്. 3.6 വരും. ഇവിടെ വരുമ്പോ എത്ര വരും? 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എത്ര എനർജി വരും ഈ സിസ്റ്റത്തിന്? 0.9 ഇൻറ്റു 3. എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. അത് 2.7. അപ്പം ഡൈആക്സിയലിന് 2.7 കിലോ കാലറീസ്. ഡൈ ഇക്വറ്റോറിയലിന് എന്ത് വരും? 3.6 വരും. അല്ല, ഡൈ ആക്സിയലിന് 3.6 വരും. ഡൈ ഇക്വറ്റോറിയലിന് 0.9. അതിൽ തന്നെ എനർജി ഏറ്റവും കുറവാർക്ക? ഡൈ ഇക്വറ്റോറിയൽ. ഡൈ ഇക്വറ്റോറിയൽ ഏതിന്റെ കൂടെ വരുന്നതാണ്? ട്രാൻസിന്റെ കൺഫോർമർ ആണ് ഡൈ ഇക്വറ്റോറിയൽ. സോ ദാറ്റ് വിൽ ബി ട്രാൻസ് 1,2 dimethyl will be more stable than cis 1,2 dimethyl cyclohexane. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് സ്ലൈഡിന്റെ അകത്ത് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, 1 സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ. അത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത് വരച്ച് തന്നെ പഠിച്ചു വേണം എഴുതാൻ ഇതിന്റെ കേട്ടോ. അപ്പൊ ഇതിന്റെ സിമെട്രി എലമെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സിമെട്രി ഗ്രൂപ്പ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വയം ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.